എന്തായാലും ഇക്കാര്യത്തിൽ ജനൻ ടി വി പിന്നോട്ടില്ല. യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുന്ന അജണ്ടയ്ക്കും നരേറ്റീവിനും പിന്നാലെ പോകാതെ യഥാർത്ഥ വസ്തുത പുറത്ത് കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കും. ഇക്കാര്യത്തിൽ കഴിഞ്ഞ വർഷം ഇതുപോലെ ആരോപണം നേരിട്ടയാളാണ് ശ്രീ വിജയ് ബാബു, നടനും നിർമ്മാതാവും സംവിധായകനും ഒക്കെ ആയ ഫിൽം മേക്കർ വിജയ് ബാബു. അന്ന് തന്നെ പറഞ്ഞിരുന്നു അതിന് പിന്നിലും ഈ പറയുന്ന മാഫിയ ഉണ്ട് എന്നുള്ള, ആ പരാതിക്ക് പിന്നിൽ നന്നായി അറിയാമായിരുന്നു, നല്ല പരിചയമുണ്ടായിരുന്ന ഒരു നടി പിൽക്കാലത്ത് അവസരം കിട്ടാതായപ്പോൾ തനിക്കെതിരെ പരാതി നൽകിയെന്നാണ് വിജയ് ബാബു പറഞ്ഞത്. അത് കോടതിയിലെത്തി ആ അന്വേഷണം എവിടെയായി എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് പിന്നാലെയും പോകണം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നുള്ളത്. കാരണം ഒരു പരാതി നൽകി ബ്ലാക്ക്മെയിൽ ചെയ്യാനോ തകർക്കാനോ അതല്ലെങ്കിൽ ഒരു മാഫിയയുടെ പിടിയിൽ ഒതുക്കാനോ കഴിയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുത് എന്നുള്ള നിർബന്ധം. നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ പ്രമുഖ നടന്മാരുടെ മൗനമായിരുന്നു എല്ലാവരുടെയും പ്രശ്നം ആദ്യ സമയത്ത്. അതിനുശേഷം ഈ അമ്മ നിന്ന് കൂട്ട രാജി അംഗങ്ങൾ വയ്ക്കുന്നു. മോഹൻലാൽ കൃത്യമായിട്ട് പ്രതികരിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ ഒളിച്ചോടിയിട്ടില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെയുണ്ട്. വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം വന്ന് പ്രതികരിച്ചതിന്. അതിന് തൊട്ട് പിന്നാലെ മമ്മൂട്ടി പ്രതികരിക്കുന്നു. എല്ലാവരും ആ കാര്യത്തിൽ മൗനമൊക്കെ വെടിഞ്ഞ് രംഗത്തെത്തി. ഈ മോഹൻലാലിനെ അനാവശ്യമായി ലക്ഷ്യമിടുന്നു എന്നുള്ള ഒരു ആരോപണം അത് BJP നേതാവ് യുവരാജ് ഗോകുൽ കഴിഞ്ഞ ദിവസം ജനം TVയോട് ആ ഒരു ആശങ്ക പങ്കുവെക്കുകയുണ്ടായി. മോഹൻലാലുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിൻ്റെ പടം ചില മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകുന്നുവെന്നും ഒരു കാരണവുമില്ലാതെ അദ്ദേഹം ആക്രമിക്കപ്പെടുന്നുവെന്നും യുവരാജ് ഗോകുൽ ജനം ഡിബേറ്റിലാണ് പ്രതികരിച്ച്. വളരെ ശരിയാണല്ലേ, ഓൺലൈനിലൊക്കെ ആർക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സിനിമാ രംഗത്ത് എന്ത് പീഡന കഥ വന്നു കഴിഞ്ഞാൽ കവർ ഫോട്ടോ മോഹൻലാൽ എന്താ ഇതിന്റെ സിമ്പിളാണോ? ശരി, കാണാം, ആ വാക്ക് കേൾക്കാം. മലയാള സിനിമയിൽ ഇത്രയും ദിവസമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസം വരെയും മോഹൻലാലിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത പോലും, അല്ലെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കാരണം ഇപ്പോൾ ശ്രീമതി രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ നടന്നിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അവരുമായി ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോഹൻലാലിൻ്റെ പടം എടുത്ത് വെച്ചിട്ടാണ് ന്യൂസ് മിനിറ്റ് പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരിക്കുന്നത്. അത് ന്യൂസ് മിനിറ്റ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം. ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉൾപ്പെടെയുള്ള വളരെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹവും യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിന്റെ പടം എടുത്ത് വെച്ചിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്.